നമുക്കിന്ന് നല്ലൊരു ഗോതമ്പ് റവയുടെ ഉപ്മാവ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി എടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിതൊരു അരമണിക്കൂർ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുതിർത്ത് വെക്കാം. കുറച്ചത് അതിൻ്റെ മുകളിൽ വരത്തക്ക വിധം വെള്ളം ഒഴിച്ചിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് പലഹാരങ്ങളൊന്നും ഇല്ലാത്ത സമയം പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി തയ്യാറാക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഈ റവ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് ആദ്യം വേവിച്ചെടുക്കുന്നത്. ഞാനൊരു ഇല പറിച്ചു കൊണ്ടുവന്ന് ഇഡ്ഡലി തട്ടിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഇലയൊന്ന് ചൂടായതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടി കീറൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ഇഡ്ഡലി തട്ടിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടുന്ന് ഒരു അരമണിക്കൂർ സമയം തന്നെ, ഒരു 15 മിനിറ്റിലധികം എന്തായാലും അതിന് വേവ് ഉണ്ടാവും. അപ്പോൾ ആവി കയറ്റി വേവിച്ചെടുക്കാം. റവ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളത്. ചില ആൾക്കാർ സൺഫ്ലവർ ഓയിലൊക്കെ തയ്യാറാക്കാൻ ഉണ്ട്, പക്ഷേ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ ഇഞ്ചി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സവാളക്ക് പകരം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ കാണുന്നില്ലേ, നമ്മുടെ റവ ആവി കയറ്റി നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ വെന്ത് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിക്കേണ്ട ഏകദേശ പാകമായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടിപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്താൽ നമുക്ക് കുറച്ചുകൂടി സ്വാദേറിയ ഉപ്മാവ് കഴിക്കാൻ പറ്റും. നല്ല യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒന്ന് കുടഞ്ഞ് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചാൽ നമ്മുടെ റവ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുമ്പം ചെറിയ ഒരു വെള്ളപ്പറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയാൽ നമുക്ക് നല്ല മൊരിഞ്ഞ റവ തന്നെ കഴിക്കാൻ പറ്റും, റവ ഉപ്മാവ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഗോതമ്പ് നമുക്ക് ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. കണ്ടോ, ഇപ്പോൾ ആ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ റവ ഉപ്മാവ് തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഇനി ഇതുപോലെ ഗോതമ്പ് റവ തയ്യാറാക്കി നോക്കണം. ഇത് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പി കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.